നമസ്കാരം. ഡിലീസ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. प्रश्न ये कि विधेयक को पारित किया जाए। जो सदस्य इसके पक्ष में आ गए, जो सदस्य विरोध में ना गए, मेरे विचार में പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കി ലോക്സഭ. വിദ്യാർത്ഥി സമരത്തെ ചൊല്ലി പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളം. രാഹുലിന്റെ ഇടിയേറ്റു പരാമർശത്തിൽ ഭരണ പ്രതിപക്ഷ വാക്പോര്. രാഹുൽ മാപ്പ് പറയണമെന്ന് BJP. പങ്കുവച്ചത് പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ വാക്കുകളെന്ന് രാഹുൽ. RSSനോടും BJPയോടും മാപ്പ് പറയില്ലെന്ന് രാഹുൽ ഗാന്ധി. മാപ്പ് പറയേണ്ടത് അമിത്ഷാ എന്ന് KC വേണുഗോപാൽ. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരെ സൈനിക നടപടിയുമായി സൗദി. നടപടി രാജ്യത്തിൻ്റെ സ്വയം പ്രതിരോധത്തിൻ്റെ ഭാഗമെന്ന വിശദീകരണം. കൂടുതൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും വീണ്ടും ആക്രമണമുണ്ടായാൽ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് സൗദിയുടെ മുന്നറിയിപ്പ്. കുവൈറ്റിലെ പൊതുസുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. എല്ലാ സ്ഥാപനങ്ങളും അംഗീകൃത സുരക്ഷാ ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ദൃശ്യങ്ങൾ 120 ദിവസത്തേക്കെങ്കിലും സൂക്ഷിക്കണം. അന്വേഷണ ആവശ്യങ്ങൾക്ക് ദൃശ്യങ്ങൾ കൈമാറണമെന്നും നിർദ്ദേശം. നിയമലംഘനത്തിനെതിരെ കടുത്ത നടപടികൾ. സംസ്ഥാനത്ത് ഓണം അടുത്തതോടെ വിലക്കയറ്റം. അരിക്ക് കിലോയ്ക്ക് 5 മുതൽ 10 രൂപ വരെ വർധന. വില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും എത്തിക്കുമെന്നും വിലക്കയറ്റം തടയുമെന്നും മുഖ്യമന്ത്രി. വിലക്കയറ്റത്തിന് കാരണം ഉൽപ്പാദനത്തിലെ കുറവും ഇന്ധന വില വർധനവുമെന്ന് വ്യാപാരികൾ. കോമൺവെൽത്ത് ഗെയിംസിൽ ചരിത്ര നേട്ടവുമായി ഗുൽവീർ സിംഗ്. 10,000 മീറ്റർ ഓട്ടത്തിൽ വെള്ളി. വനിതകളുടെ 69 കിലോ ഭാരോദ്വനത്തിൽ ഹർജീന്ദർ കൗറിന് വെള്ളി. സ്വന്തം ടീം അംഗങ്ങളുമായി മത്സരിക്കാൻ താൽപ്പര്യമില്ലെന്ന വിശദീകരണവുമായി സഞ്ജു സാംസൺ. ലോകകപ്പ് ഉൾപ്പെടെയുള്ള മത്സരങ്ങളുടെ നടത്തിപ്പും വാണിജ്യ അവകാശങ്ങളും കൈകാര്യം ചെയ്യാൻ ഫിഫ ഫോർവേഡ് എന്റർപ്രൈസസ് രൂപീകരിക്കാൻ പദ്ധതിയിട്ട് ഫിഫ. വിമർശനവുമായി യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ. പ്രതിപക്ഷ ബഹളത്തിനിടയിൽ പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബിൽ പാസാക്കി ലോക്സഭ. മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിലാണ് പരീക്ഷാ ക്രമക്കേടുകളിൽ കടുത്ത ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ ശബ്ദ വോട്ടോടെ പാസാക്കിയത്. കുട്ടികൾക്കെതിരെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തരമന്ത്രിയാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവന ചർച്ചയിൽ ബഹളത്തിന് കാരണമായി. രാഹുൽ പ്രസ്താവന പിൻവലിച്ച് മാപ്പ് പറയണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് അവതരിപ്പിച്ച പൊതുപരീക്ഷാ നിയമ ഭേദഗതി ബില്ലിന്മേൽ 2 ദിവസങ്ങളിലായി മണിക്കൂറുകൾ നീണ്ട ചർച്ച ലോക്സഭയിൽ നടന്നു. ചർച്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം നിർദ്ദേശിച്ച ഭേദഗതികൾ സർക്കാർ വോട്ടിനിട്ട് തള്ളി. തുടർന്ന് പ്രതിപക്ഷ ബഹളത്തിനിടയിലാണ് ബിൽ ശബ്ദ വോട്ടോടെ ലോക്സഭ പാസാക്കിയത്. പരീക്ഷാ ക്രമക്കേടുകളിൽ ഉൾപ്പെടുന്ന വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ കടുത്ത ശിക്ഷാ നടപടിയാണ് ബില്ലിൽ വ്യവസ്ഥ ചെയ്തത്. പുതിയ നിയമപ്രകാരം ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലെ അന്വേഷണം 2 മാസത്തിനകം പൂർത്തിയാക്കണം. ബില്ലിന്മേലുള്ള ചർച്ചയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദം നടന്നു. രാജ്യത്തെ യുവാക്കളുടെ വികാരം വിഡ്ഢികൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. സമരം നടത്തിയവർക്കെതിരെ വെടിവെക്കാൻ നിർദ്ദേശം നൽകിയത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണെന്ന രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനയിൽ ഭരണപക്ഷം ശക്തമായി പ്രതിഷേധിച്ചു. രാഹുലിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയതോടെ സഭ നിർത്തിവെക്കേണ്ടി വന്നു. വ്യക്തമായ തെളിവോ അടിസ്ഥാനമോ ഇല്ലാത്ത ആരോപണങ്ങൾ പാർലമെന്റിൽ ഉന്നയിക്കരുതെന്നും രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവശ്യപ്പെട്ടു. संसदीय भाषा का इस्तेमाल किया, एक पार्लियामेंट्री जो सिस्टम है उसको लेकर के एक नियम हमने पढ़ के सुनाया. ये किताब का भी जिक्र किया कि अन पार्लियामेंट्री एक्सप्रेशन. രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുമെന്ന് സ്പീക്കർ ഓം ബിർള അറിയിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി രംഗത്ത് വന്നു. വിദ്യാർത്ഥികൾക്ക് നേരെ നടത്തിയ പെല്ലറ്റ് പ്രയോഗത്തിൽ പരിക്കേറ്റവരുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചുകൊണ്ടായിരുന്നു രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. അമിത്ഷായ്ക്കെതിരെ പാർലമെന്റിൽ ഉയർത്തിയ ആരോപണങ്ങൾക്ക് പിന്നാലെ മാപ്പ് പറഞ്ഞാൽ പാർലമെന്റിൽ സംസാരിക്കാൻ അനുവദിക്കാമെന്ന് പറഞ്ഞുവെന്നും എന്നാൽ മാപ്പ് പറയാൻ തയ്യാറല്ല എന്നും രാഹുൽ ഗാന്ധി പ്രതികരിച്ചു. The BJP, RSS or any other person associated with them. This is something that has to be understood. And second thing is, it is my right as leader of opposition to raise issues that are important for this country.
PSC പരീക്ഷാ ക്രമക്കേടിൽ ഉദ്യോഗാർത്ഥികൾക്കെതിരെ ഉദ്യോഗസ്ഥർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത ക്രൈംബ്രാഞ്ച്. ആസൂത്രണ ബോർഡ് നിയമത്തിലെ ക്രമക്കേടിൽ വഴിവിട്ട സഹായങ്ങൾ ചെയ്ത 2 ഉദ്യോഗസ്ഥർക്കെതിരെയാണ് പേര് പറയാതെ FIR ഇട്ട് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്തിട്ടുള്ളത്. PSC ആസൂത്രണ ബോർഡ് നിയമന തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ക്രൈംബ്രാഞ്ച് ആദ്യം FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പ്രാഥമിക അന്വേഷണത്തിൽ നിയമനങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് IG അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേസെടുത്തത്. പേരുകൾ രേഖപ്പെടുത്താതെ ഉദ്യോഗസ്ഥരെ പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള FIR ആണ് രജിസ്റ്റർ ചെയ്തത്. നിയമനത്തിൽ വഴിവിട്ട് സഹായങ്ങൾ ചെയ്ത 2 ഉദ്യോഗസ്ഥരെ അന്വേഷണ സംഘം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇവരെ പ്രതിപട്ടികയിൽപ്പെടുത്തുന്നതിനുള്ള റിപ്പോർട്ട് അടുത്ത ദിവസം കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും പേരുകൾ ചേർക്കുക. ക്രമക്കേടിലൂടെ സാമ്പത്തിക ലാഭം ആർക്കൊക്കെ ഉണ്ടായി എന്നത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ് അന്വേഷണ സംഘത്തിന്റെ പരിശോധനയിൽ ലഭിച്ചത്. ആസൂത്രണ ബോർഡ് നിയമനത്തിലെ തട്ടിപ്പുകൾ കൂടാതെ മറ്റു നിയമന ക്രമക്കേടുകളിലും പരാതികൾ ക്രൈംബ്രാഞ്ചിന് ലഭിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ADGP MR അജിത് കുമാറിന് പകരം S ശ്രീജിത്ത് DGP ആയേക്കും. MR അജിത് കുമാർ സസ്പെൻഷനിലായതിനാൽ DGP സ്ഥാനത്തേക്ക് അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കണമെന്ന് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി VD സതീശന് ശുപാർശ നൽകി. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിന് പകരം അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥൻ ജയിൽ DGP S ശ്രീജിത്തിനെ ഈ മാസം അവസാനം ഒഴിവ് വരുന്ന DGP പദവിയിലേക്ക് ഉയർത്താനാണ് സാധ്യത. നടപടി നേരിടുന്ന MR അജിത് കുമാറിന് പകരം അതേ റാങ്കിലുള്ള അടുത്ത ഉദ്യോഗസ്ഥനെ പരിഗണിക്കണമെന്നാണ് ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രിക്ക് ശുപാർശ നൽകിയിരിക്കുന്നത്. ഫയർഫോഴ്സ് DGP നിതിൻ അഗർവാൾ ഈ മാസം അവസാനം വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. കഴിഞ്ഞ ഡിസംബറിൽ ചേർന്ന സ്ക്രീനിംഗ് കമ്മിറ്റി 1995 IPS ഉദ്യോഗസ്ഥരായ സുരേഷ് രാജ് പുരോഹിതിൻ്റെയും MR അജിത് കുമാറിൻ്റെയും പേരുകളാണ് DGP സ്ഥാനത്തേക്ക് ശുപാർശ ചെയ്തിരുന്നത്. സുരേഷ് രാജ് പുരോഹിത് കേന്ദ്ര ഡെപ്യൂട്ടേഷനിലായതിനാൽ MR അജിത് കുമാറിനായിരുന്നു സ്ഥാനക്കയറ്റ സാധ്യത. എന്നാൽ സസ്പെൻഷൻ നടപടി വന്നതോടെയാണ് സീനിയോറിറ്റിയിൽ അടുത്ത ആളായ 1996 ബാച്ചുകാരൻ ജയിൽ ADGP ശ്രീജിത്തിൻ്റെ പേര് DGP സ്ഥാനത്തേക്ക് വരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാനത്ത് അവശ്യ സാധനങ്ങളുടെ വിലയിൽ വർധനവ്. അരി, വെളിച്ചെണ്ണ, പച്ചക്കറി എന്നിവയിലാണ് മുൻ മാസങ്ങളെ അപേക്ഷിച്ച് വൻ വർധനവുണ്ടായത്. ജനപ്രിയ അരി ബ്രാൻഡുകളിൽ കിലോയ്ക്ക് 5 രൂപ മുതൽ 10 രൂപ വരെയുള്ള വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. പ്രതികൂല കാലാവസ്ഥയിൽ ഉൽപ്പാദനത്തിലെ കുറവും ഇന്ധനവില വർധനയുമാണ് കാരണമായി വ്യാപാരികൾ പറയുന്നത്. ഓണമെടുക്കുമ്പോൾ തന്നെ മലയാളികളുടെ അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുന്ന രീതിയിലാണ് കമ്പോളത്തിൽ സാധനങ്ങളുടെ വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. അരിയിൽ ജനപ്രിയ ബ്രാൻഡുകളായ പൊന്നിയരിയിൽ മൊത്തവില വിൽപ്പന കേന്ദ്രത്തിൽ 5 മുതൽ 7 വരെയും ചില്ലറ വിൽപ്പനയിൽ 10 രൂപ വരെയും വർധനയുണ്ടായി. ജയ മട്ട അരിയിൽ 3 രൂപയും കുറുവ അരിയിൽ 5 രൂപയുടെയും വർധനയാണ് ഉണ്ടായത്. മഴ ലഭിക്കാത്തതും നെല്ലിൻ്റെ കുറവും ഇന്ധനവില വർധനയുമാണ് വ്യാപാരികൾ കാരണമായി പറയുന്നത്. വടിയരിയൊക്കെ ഒരു 3 രൂപ 4 രൂപ മാറിയിട്ടുണ്ട്. ജയ സുരേഖയൊക്കെ 1 രൂപ 2 രൂപ ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ കിലോയിൽ. അത് ഈ പെട്രോൾ ഡീസലിൻ്റെ വില കൂടിയതിൻ്റെ പേരിൽ വണ്ടി വാടകയൊക്കെ ഒരുപാട് മാറ്റമുണ്ട്. അതിലാണ് ഈ ജയ സുരേഖയൊക്കെ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ല, ഈ നെല്ലിനൊക്കെ സ്വപ്പം വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിലാണ് ഇത് വില മാറുന്നത്. എണ്ണയുടെ വിലയിലും കാര്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കിലോയ്ക്ക് 5 മുതൽ 10 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. വില ഒരല്പം കൂടിയിട്ടുണ്ട്. അതിന് കാരണം പറയുന്നത് പെട്രോളിൻ്റെ വില വർധന, പിന്നെ ഗ്യാസിൻ്റെയൊക്കെ വില വർധന, അതൊക്കെ കൊണ്ടാണ് വില അല്പം മാറിയത് എന്ന് പറഞ്ഞു. അല്ലാതെ വലുതായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നിട്ടില്ല. വെളിച്ചെണ്ണയായാലും മറ്റെല്ലാ എണ്ണകളായിരുന്നാലും കിലോയ്ക്കൊരു 20 രൂപയുടെയൊക്കെ വ്യത്യാസം. പൊതുവിൽ സെയിൽ കുറവാണ്. പച്ചക്കറി വില വർധനയാണ് മറ്റൊരു പ്രതിസന്ധി. കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് തക്കാളി, ബീട്രൂട്ട്, ക്യാരറ്റ്, ഇഞ്ചി, വഴുതന എന്നിവയുടെ വിലയിൽ കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്ന വൻ വർധനയിൽ നേരിയ കുറവുണ്ടായെങ്കിലും ഓണം അടുക്കുന്നതോടെ ഇത് വീണ്ടും കുതിച്ചു കയറും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണിയിൽ സർക്കാരിൻ്റെ ഫലപ്രദമായ ഇടപെടലാണ് കീശ ചോരുന്ന സാധാരണക്കാർ പ്രതീക്ഷിക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. അതേസമയം വിലക്കയറ്റം തടയാൻ സജീവ ഇടപെടൽ നടത്തുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. അരിവില നിയന്ത്രിക്കാൻ കൂടുതൽ അരിയും ഗോതമ്പും സംസ്ഥാനത്ത് എത്തിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇടപെടലുകൾ സംസ്ഥാന സർക്കാർ നടത്തുന്നുണ്ട്. സർക്കാരിൻ്റെ 2 മാസത്തെ പ്രവർത്തന കാലയളവിൽ 448 കോടി രൂപ ഇപ്പം തന്നെ വകുപ്പിനായി അനുവദിച്ചു.
വിപണി ഇടപെടലിനായി 273 കോടി രൂപയും, അതായത് സൗജന്യ കിറ്റ് ഉൾപ്പെടെ നെല്ല് സംഭരണ ബോണസായി 154 കോടി രൂപയും, ഗതാഗത ചാർജ് ഇനത്തിൽ 20 കോടി രൂപയും കൂടി. ഓണക്കാലത്തെ മുന്നൊരുക്കങ്ങൾക്ക് അന്തിമഘട്ടത്തിലാണ്. മഞ്ഞ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കുമായി 6 ലക്ഷത്തിലധികം സൗജന്യ ഓണക്കിറ്റുകൾ വിതരണം ചെയ്യും. ഇതിനായി പണം അനുവദിച്ചിട്ടുണ്ട്. 854 രൂപ ചെലവ് വരുന്ന 16 ഇനങ്ങൾ അടങ്ങിയ കിറ്റുകളുടെ വിതരണം ഓഗസ്റ്റ് 10 മുതൽ 20 വരെ നടപ്പാക്കും. വടകര MDMA കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന അന്വേഷണ സംഘം. അന്വേഷണം ഇതര സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കും. പിടിയിലായ പ്രതികൾ വിദേശ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് ലഹരി ഇടപാട് നടത്തിയതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ലഹരി ഇടപാടിലൂടെ പ്രതികൾ സമ്പാദിച്ച സ്വത്തുവകകൾ കണ്ടുകെട്ടാനും നടപടി ഉണ്ടാകുമെന്നും കണ്ണൂർ DIG K കാർത്തിക് പറഞ്ഞു. പേരാമ്പ്ര BRCയിലെ ട്രെയിനർ ആവളക്കുട്ടോത്ത് സ്വദേശിനി നീഷ്മ, ഇരട്ടി സ്വദേശി ജിജിൻ കുര്യാക്കോസ്, കൂരാച്ചുണ്ട് ചെറുകാട് സ്വദേശി കാവ്യ, മരുതോങ്കര സ്വദേശിനി KC കീർത്തന ഉൾപ്പെടെ 5 പ്രതികളാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. ആദ്യം അറസ്റ്റിലായ കീർത്തന, കാവ്യ എന്നിവരുടെ മംഗളൂരു, ഹൈദരാബാദ് യാത്രകളും സംശയത്തിന്റെ നിഴലിലാണ്. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇതര സംസ്ഥാനത്തേക്കും നീളും. വരും ദിവസം കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും കണ്ണൂർ DIG K കാർത്തിക് പറഞ്ഞു. കുറേ അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ATM കാർഡ്സ് ഉപയോഗിച്ചിട്ടുണ്ട്. ആ ATM കാർഡ്സ് അക്കൗണ്ട് ഹോൾഡർ അല്ല ഉപയോഗിച്ചിരിക്കുന്നത്, വേറെ ആൾ ഉപയോഗിച്ചതായിട്ടാണ് ഇതുവരെ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. അവരെല്ലാം ആരൊക്കെയാണ്, എവിടെ നിന്നാണ് ആ പൈസ വിഡ്രോ ചെയ്ത്, ആർക്ക് വേണ്ടി വിഡ്രോ ചെയ്ത്, ആർക്ക് കൊടുക്കാനായിട്ടാണ്, എവിടെ നിന്നാണ് ഈ ഡ്രഗ്സ് ശരിക്കും സപ്ലൈ ആവുന്നത്, ഇത്ര ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിൽ അന്വേഷണത്തിൽ മുന്നോട്ട് പോകാം. ഇരുട്ടിയിൽ നിന്നും പിടിയിലായ ഓൺലൈൻ ഡെലിവറി ബോയ് ജിജിന്റെ അക്കൗണ്ടിൽ മാത്രം 1 കോടിയുടെ ഇടപാടാണ് നടന്നത്. കാവ്യ, കീർത്തന, നീഷ്മ എന്നിവരുടെ അക്കൗണ്ട് വഴിയും ലക്ഷങ്ങളുടെ ഇടപാട് നടന്നു. ഇവർ ഈ പണം ഉപയോഗിച്ച് സമ്പാദിച്ച സ്വത്തുവകകൾ എല്ലാം കണ്ടുകെട്ടും. അതേസമയം വൻ ലഹരി ശൃംഖല ഇവർക്ക് പിന്നിലുണ്ടെന്നും കുട്ടികളെ ഉൾപ്പെടെ ഇവർ ദുരുപയോഗം ചെയ്തോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും റൂറൽ SP മെറിൻ ജോസഫ് പറഞ്ഞു. അലാർമിംഗ് സിറ്റുവേഷനിലോട്ടൊന്നും ഇതുവരെ കാര്യങ്ങൾ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ കൂടുതൽ പരിശോധിക്കുന്നുള്ളൂ. ഇവർക്ക് NDPS കേസ് അക്യൂസ്ഡുമായിട്ട് ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതുവരെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇവർക്ക് അത്യാവശ്യം ഈ നെറ്റ്വർക്കുമായിട്ട് തന്നെ ഡീപ്പായിട്ടുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ഇപ്പം ഫ്രണ്ട്ഷിപ്പ് ഉൾപ്പെടെയുള്ള ലിങ്ക്സ് ഉണ്ടായിരുന്നു. ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കാവ്യ, കീർത്തന, റസ്വാൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കൂ. ഇവരെ ഒരുമിച്ച് ചോദ്യം ചെയ്യാൻ SIT വടകര NDPS കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. 3 അധ്യാപികമാരുടെയും മൊബൈൽ ഫോൺ സന്ദേശങ്ങൾ ഉൾപ്പെടെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ചില കോഡുകൾ ലഹരിയുമായി ബന്ധപ്പെട്ട് ഇവർ ഉപയോഗിച്ചതായും വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. വടകരയിലെ അധ്യാപികമാർ ഉൾപ്പെട്ട MDMA കേസിൽ സമഗ്ര അന്വേഷണത്തിന് വിദ്യാഭ്യാസ വകുപ്പ് പ്രൊജക്ട് കോർഡിനേറ്ററോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. BRC അധ്യാപകരുടെ യോഗം വിളിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. അതേസമയം അധ്യാപികമാർ ഉൾപ്പെട്ട ലഹരി കേസ് ഞെട്ടിക്കുന്നതെന്നും ആശങ്കപ്പെടുത്തുന്നതുമാണെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. ശബരിമലയിലേക്കുള്ള മിൽമ നെയ്യ് തിരിമറിയിൽ അന്വേഷണം ദേവസ്വം ബോർഡിലേക്കും നീങ്ങുന്നു. സമഗ്ര അന്വേഷണത്തിന് സമിതിയെ നിയോഗിച്ചു. ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ അറിയിച്ചു. ശബരിമലയിലേക്കുള്ള നെയ്യ് മറച്ചുവിറ്റ സംഭവം അതീവ ഗൗരവത്തോടെയാണ് ദേവസ്വം വകുപ്പും ക്ഷീരവികസന വകുപ്പും കാണുന്നത്. മിൽമയുടെ അഴിമതിയിൽ സമഗ്ര അന്വേഷണത്തിന് 3 അംഗ സമിതിയെ നിയോഗിച്ചതായി മന്ത്രി ബിന്ദുകൃഷ്ണ വ്യക്തമാക്കി. ശബരിമലയിലേക്കുള്ള നെയ്യ് വിതരണത്തിലെ ക്രമക്കേട് ഉൾപ്പെടെ അന്വേഷിക്കും. ഗുണമേന്മയില്ലാത്ത നെയ്യ് ശബരിമലയിലേക്ക് കൊടുത്തയച്ചു എന്നതുൾപ്പെടെ അന്വേഷിക്കും. അതേസമയം ദേവസ്വം കമ്മീഷണറോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ടെന്ന് മന്ത്രി K മുരളീധരൻ അറിയിച്ചു. നെയ്യ് വാങ്ങിയവരും വിറ്റവരും ഇക്കാര്യത്തിൽ ഒരുപോലെ കുറ്റക്കാരാണെന്ന് മന്ത്രി പറഞ്ഞു. വിറ്റവര് ക്വാളിറ്റി ഇല്ലാത്ത നെയ്യ് വിറ്റു, വാങ്ങിയവർ ക്വാളിറ്റി പരിശോധിച്ചില്ല. അപ്പം അതൊരു ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ദേവസ്വം കമ്മീഷണറായിട്ടുള്ള രാജമാണിക്യത്തിനോട് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അടിയന്തരമായി ഇതിനെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് തരണം. ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയുള്ള വില കുറഞ്ഞ നിലവാരമില്ലാത്ത നെയ്യ് വാങ്ങിയത് എന്നുള്ളതിനെക്കുറിച്ച് വിശദമായി റിപ്പോർട്ട് തരാനാണ് ഞാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മിൽമ ജീവനക്കാരെ ഉദ്യോഗസ്ഥർ വഴിവിട്ട് സഹായിച്ചിട്ടുണ്ടോ എന്നതും അന്വേഷിക്കും. ക്ഷീരവികസന വകുപ്പിന്റെ അന്വേഷണത്തിൽ നേരത്തെ തന്നെ ഗുരുതരമായ വീഴ്ചകൾ കണ്ടെത്തിയിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഡൽഹിയിലെ CPM പാർട്ടി ഓഫീസിൽ കയറി SFI നേതാവ് ഐഷി ഘോഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ച വിഷയം രാജ്യസഭയിൽ ഉന്നയിച്ച് ജോൺ ബ്രിട്ടാസ് MP. അനുമതിയില്ലാതെ പാർട്ടി ഓഫീസിൽ കയറിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്ന് മല്ലികാർജ്ജുൻ ഖാർഗെയും ആവശ്യപ്പെട്ടു. എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലീസ് നടപടി സാധാരണമാണെന്നും അടിയന്തരാവസ്ഥ കാലത്ത് തന്നെ ക്ലാസ് മുറിയിൽ നിന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും JP നദ്ദ മറുപടി നൽകി.
വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെതിരെ കേസെടുത്ത പോലീസ്. തിരുവനന്തപുരം സൈബർ പോലീസാണ് കേസെടുത്തത്. ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരായി നടത്തിയ പരാമർശത്തിലാണ് കേസ്. നേരത്തെ TG മോഹൻദാസിന്റെ പ്രസ്താവന തള്ളി RSS രംഗത്ത് വന്നിരുന്നു. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾക്കെതിരെ സൈനിക നടപടിയുമായി സൗദി അറേബ്യ. ഈ നടപടി രാജ്യത്തിന്റെ സ്വയം പ്രതിരോധത്തിന്റെ ഭാഗമാണെന്ന് സൗദി വ്യക്തമാക്കി. സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങൾക്ക് നേരെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിൽ ഇറാഖ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇറാൻ പിന്തുണയുള്ള സായുധ സംഘങ്ങളാണെന്ന് സൗദി വിദേശകാര്യ മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. US സെൻട്രൽ കമാൻഡുമായി ഏകോപിപ്പിച്ച് നടത്തിയ ഈ ഓപ്പറേഷൻ ഐക്യരാഷ്ട്രസഭ ചാർട്ടറിന്റെ ആർട്ടിക്കിൾ 51 പ്രകാരം ന്യായീകരിക്കാവുന്നതാണെന്ന് മന്ത്രാലയം ചൂണ്ടിക്കാട്ടി. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ സൗദി ശ്രമിച്ചുവെങ്കിലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘം നിരുത്തരവാദപരമായ നിലപാടാണ് സ്വീകരിച്ചത്. കൂടുതൽ സംഘർഷം ആഗ്രഹിക്കുന്നില്ല എങ്കിലും വീണ്ടും രാജ്യത്തിന് നേരെ ആക്രമണം ഉണ്ടായാൽ പരമാധികാരവും പൗരന്മാരെയും ദേശീയ ആസ്തികളെയും സംരക്ഷിക്കാൻ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും സൗദി മുന്നറിയിപ്പ് നൽകി. സാമ്പത്തിക ബാധ്യതകളും കടങ്ങളും കാരണം പ്രതിസന്ധിയിലായ 325 തടവുകാർക്കും കുടുംബങ്ങൾക്കും താങ്ങായി ഷാർജ ചാരിറ്റി ഇന്റർനാഷണൽ. ഏറ്റവും നിർധരായ കുടുംബങ്ങൾക്ക് താങ്ങാവുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കുന്ന റിലീവിംഗ് ഡിസ്ട്രസ് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ജീവകാരുണ്യ പ്രവർത്തനം. പ്രയാസത്തിലായ കുടുംബങ്ങൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇത് വലിയ സഹായകരമാകുമെന്ന് SCI അസിസ്റ്റന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ മുഹമ്മദ് സലീം അൽമെനായി പറഞ്ഞു. കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം സിംഗിൾ ഓണർ ബിസിനസ് അഥവാ ഫ്രീലാൻഡ് ബിസിനസ് ലൈസൻസുകൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തിവച്ചു. ഈ വിഭാഗത്തിലെ ലൈസൻസുകൾക്ക് ബാധകമായ നിയമങ്ങളും നടപടിക്രമങ്ങളും പുനഃപരിശോധിച്ച് കാലാനുസൃതമായി പുതുക്കുന്നതിനായിട്ടാണ് ഈ തീരുമാനം. നിലവിലെ ലൈസൻസുകാർക്ക് മാറ്റമില്ല. ഈ വിലക്ക് പുതിയ അപേക്ഷകർക്ക് മാത്രമാണ് ബാധകമാകുന്നത്. കുവൈറ്റിലെ പൊതുസുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി എല്ലാ സ്ഥാപനങ്ങളും അംഗീകൃത സുരക്ഷാ ക്യാമറ സംവിധാനങ്ങൾ സ്ഥാപിക്കണമെന്നും പ്രവർത്തനക്ഷമമായി നിലനിർത്തണമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാളുകൾ, ബാങ്കുകൾ, ആശുപത്രികൾ, സ്വർണ്ണക്കടകൾ, ഇന്ധന പമ്പുകൾ, ഗോഡൌണുകൾ, പാർപ്പിട സമുച്ചയങ്ങൾ തുടങ്ങിയ നിയമത്തിൽ ഉൾപ്പെടുന്ന എല്ലാ സ്ഥാപനങ്ങളും നിർദ്ദേശം പാലിക്കണം. ക്യാമറകളിൽ രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ കുറഞ്ഞത് 120 ദിവസത്തേക്കും യാതൊരു മാറ്റവും വരുത്താതെ സുരക്ഷിതമായി സൂക്ഷിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കുവൈറ്റിൽ 2026-27 അധ്യയന വർഷം സുഗമമായി ആരംഭിക്കുന്നതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം സ്കൂളുകളുടെ സമഗ്ര സജ്ജീകരണ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. സ്കൂൾ കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, ക്ലാസ് മുറികളുടെ നവീകരണം, എയർ കണ്ടീഷനിംഗ്, വൈദ്യുതി സുരക്ഷാ സംവിധാനങ്ങൾ, ഫർണിച്ചർ, പാഠപുസ്തക വിതരണം എന്നിവയുടെ പുരോഗതി മന്ത്രാലയം വിലയിരുത്തി. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും സുരക്ഷിതത്വവും മികച്ച നിലവാരമുള്ള പഠനാന്തരീക്ഷം ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ പോലീസ് സ്റ്റേഷനുകളിലും ആഭ്യന്തര മന്ത്രാലയത്തിലെ മറ്റു കാര്യങ്ങളിലും പരാതികളും സേവന ആവശ്യങ്ങളുമായി എത്തുന്നവരെ മാന്യമായും ഉത്തരവാദിത്വത്തോടെയും സ്വീകരിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അറിയിച്ചു. മികച്ച സേവനത്തിനും കൃത്യനിർവഹണത്തിലെ ആത്മാർത്ഥതയും മുൻനിർത്തി 2 പോലീസ് ഉദ്യോഗസ്ഥരെ ആദരിക്കുന്ന ചടങ്ങിൽ വെച്ചാണ് മന്ത്രിയുടെ പ്രസ്താവന. കുവൈറ്റിൽ റേഷൻ സാധനങ്ങൾ മറിച്ച് വിൽക്കുകയോ മറ്റുള്ളവർക്ക് കൈമാറുകയോ ചെയ്യുന്നവരുടെ കാർഡുകൾ റദ്ദാക്കുവാനും നിയമ നടപടികൾക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുവാനും തീരുമാനം. വാണിജ്യ വ്യവസായ മന്ത്രി ഉസാമ അബൂദിയാണ് ഇത് സംബന്ധിച്ച മന്ത്രിതല തീരുമാനം പുറപ്പെടുവിച്ചത്. ഇതിനു പുറമെ റേഷൻ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ അർഹരായ വിഭാഗങ്ങളെ നിർണ്ണയിക്കുകയും ചെയ്തു. ഇതുപ്രകാരം പുരുഷന്മാരും സ്ത്രീകളുമായ കുവൈറ്റ് പൗരന്മാർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സ്പോൺസർഷിപ്പിൽ ജോലി ചെയ്യുന്ന ഗാർഹിക തൊഴിലാളികൾക്കും മാത്രമാണ് ഇതിനുള്ള അർഹത ലഭിക്കുക. റാസൽ ഖൈമയിലെ ഇന്ത്യൻ പ്രവാസികൾക്ക് ഏറെക്കാലമായി കാത്തിരുന്ന ശ്മശാന കേന്ദ്രം യാഥാർത്ഥ്യമാകുന്നു. ഇതിനായി ഭൂമി അനുവദിച്ച റാസൽ ഖൈമ ഭരണാധികാരിയും UAE സുപ്രീം കൗൺസിൽ അംഗവുമായ ഷെയ്ഖ് സൗദ് ബിൻ സാഖർ അൽ ഖസ്മിക്കും റാസൽ ഖൈമ സർക്കാരിനും ഇന്ത്യൻ സമൂഹത്തിൻ്റെ പേരിൽ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവൻ നന്ദി രേഖപ്പെടുത്തി. അൽ ജസീറ അൽ ഹംറയിൽ അനുവദിച്ച ഭൂമി ഔദ്യോഗികമായി ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലിന് കൈമാറിയതായി അദ്ദേഹം അറിയിച്ചു. നിർമ്മാണം, ഭരണനിർവഹണം, ഭാവി പരിപാലനം എന്നിവയുടെ ചുമതല ഇന്ത്യൻ റിലീഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള കോർ കമ്മിറ്റിക്കാണ്. 33 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച നാട്ടിലേക്ക് മടങ്ങുന്ന റിയാദ് കേളി കലാ സാംസ്കാരിക വേദി അംഗം ഉമർ പണിക്കര വീട്ടിലിന് യാത്രയപ്പ് നൽകി. മലാസ് റെസ്റ്റോറൻറ്റിൽ നടന്ന യാത്രയപ്പ് ചടങ്ങിൽ റഷീദ് അധ്യക്ഷത വഹിച്ചു. നസീർ മുളൂർക്കര, ജിവാദ് പരിയാട്ട്, നൌഫൽ ഉള്ളാട്ട് ചാലി, റിയാസ് പള്ളാട്ട് തുടങ്ങിയവർ ആശംസകൾ നേർന്നു. കൊല്ലം അമൃതപുരിയിൽ ഗുരുപൂർണിമ ആഘോഷങ്ങൾ ഭക്തിസാന്ദ്രമായി നടന്നു. ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും ജീവിതത്തിൽ പകർത്തേണ്ട ആത്മീയ സന്ദേശം സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവി ഭക്തർക്ക് പകർന്നു നൽകി. ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന ധ്യാനവും ഭജനയും നാദോപാസനയും അമൃതപുരിയെ ആത്മീയ ഉത്സവ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തി.
പുലർച്ചെ 3:30 ലളിതാ സഹസ്രനാമ പാരായണത്തോടെയായിരുന്നു അമൃതപുരിയിലെ ഗുരുപൂർണിമ ചടങ്ങുകൾ ആരംഭിച്ചത്. തുടർന്ന് സമൂഹ ഗണപതി ഹോമം, നവഗ്രഹ ഹോമം, ഗുരുഹോമം എന്നിവ നടന്നു. 150ഓളം സന്യാസിനിമാരുടെയും ബ്രഹ്മചാരിണിമാരുടെയും കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാനും അമ്മയുടെ പ്രഥമ ശിഷ്യനുമായ സ്വാമി അമൃത സ്വരൂപാനന്ദപുരിയുടെ സത്സംഗത്തിന് ശേഷമാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളുടെ പ്രധാന ചടങ്ങുകൾ നടന്നത്. ഗുരുപൂർണിമ ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമാണെന്നും അത് ചടങ്ങുകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ലെന്നും അമ്മ ഗുരുപൂർണിമ ദിന സന്ദേശത്തിൽ പറഞ്ഞു. ഗുരുവിനോടുള്ള ആത്മസമർപ്പണഭാവം ജീവിതത്തിലുടനീളം നിലനിൽക്കണമെന്നും അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരുവെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. തുടർന്ന് ധ്യാനം, ഭജന എന്നിവ അമൃതപുരിയെ ആത്മീയ ഉത്സവാന്തരീക്ഷത്തിലേക്ക് ഉയർത്തി. ശംഖനാദത്തിന്റെ മംഗളധ്വനിക്കൊപ്പം അമ്മയുടെ മക്കൾ തങ്ങളുടെ ഗുരുവിനോടുള്ള കൃതജ്ഞതയും ആത്മസമർപ്പണവും പ്രകടിപ്പിച്ചു. ആശ്രമത്തിലെ കുട്ടികളും അന്തേവാസികളും ചേർന്ന് അവതരിപ്പിച്ച നാദോപാസനയും നടന്നു. രാജ്യത്തിനകത്തും വിദേശത്തു നിന്നുമായി ആയിരക്കണക്കിന് ഭക്തരാണ് ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ പങ്കെടുത്തത്. മനസ്സിലെ അജ്ഞത അകറ്റി ആത്മജ്ഞാനത്തിൻ്റെ വെളിച്ചം പകരാൻ ഗുരുകൃപ അനിവാര്യമാണെന്ന ആത്മീയ സന്ദേശത്തോടെയാണ് ഇത്തവണത്തെ ഗുരുപൂർണിമ ആഘോഷങ്ങൾ അമൃതപുരിയിൽ സമാപിച്ചത്. അമൃത ന്യൂസ്, കൊല്ലം. ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും ദിനമാണ് ഗുരുപൂർണിമയെന്ന് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവി. കേവലം ഒരു ചടങ്ങ് നടത്തുക എന്നതല്ല ഗുരുപൂർണിമയുടെ സാരമെന്നും ശിഷ്യഹൃദയത്തിൽ വിനയത്തിൻ്റെയും കൃതജ്ഞതയുടെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണമെന്നും അമ്മ ഓർമ്മിപ്പിച്ചു. കൊല്ലം അമൃതപുരിയിൽ നടന്ന ഗുരുപൂർണിമ ആഘോഷങ്ങളിൽ സന്ദേശം നൽകുകയായിരുന്നു അമ്മ. ശിഷ്യന് ഗുരുവിനോടുള്ള ഹൃദയം നിറഞ്ഞ കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും പ്രതീകമാണ് ഗുരുപൂർണിമ. അതുകൊണ്ട് തന്നെ ഗുരുപൂർണിമ ചടങ്ങുകളിൽ ഒതുങ്ങുന്ന ഒന്നല്ല. ശിഷ്യഹൃദയത്തെ വിനയത്തിൻ്റെയും കൃതജ്ഞതയുടെയും കടപ്പാടിൻ്റെയും ഭക്തിയുടെയും ആത്മസമർപ്പണത്തിൻ്റെയും ഭാവം ഓരോ നിമിഷവും നിറഞ്ഞു നിൽക്കണം. എങ്കിലും ആ ഭാവത്തെ പ്രത്യേകിച്ച് ഉണർത്താൻ വേണ്ടിയുള്ള ദിനമാണ് ഗുരുപൂർണിമ. നമ്മളുടെ അജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ അകറ്റി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്ന പൂർണ്ണചന്ദ്രനാണ് ഗുരു. സാധാരണ നമ്മൾ ജ്ഞാനസൂര്യൻ എന്നാണ് പറയുക. എന്നാൽ ഇവിടെ പൂർണ്ണചന്ദ്രൻ എന്ന് പറഞ്ഞത് ഗുരുവിൻ്റെ പൂർണ്ണതയെ അലൗകികമായ സൗന്ദര്യത്തെ എടുത്തു കാട്ടാനാണ്. ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തോടൊപ്പം ചന്ദ്രനെ പോലെ ലോകത്ത് നന്മയും ആനന്ദവും വർഷിക്കുന്ന ഭാവം കൂടി ഗുരുവിനുണ്ട്. അതുകൊണ്ട് ഗുരുവിനെ പൂർണ്ണചന്ദ്രനോടും ഇന്നത്തെ ദിവസത്തെ പൂർണ്ണിമയോടും ഉപമിക്കുന്നു. ഈശ്വരൻ സുഖസ്വരൂപനാണ്. ആ ശക്തിയുടെ ഉറവിടം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണെന്നുള്ള സത്യം ഗുരുവിലൂടെ ശിഷ്യൻ സാക്ഷാത്കരിക്കുന്നു. എന്നാൽ അറിവ് നേടാൻ ശരണാഗതി ആവശ്യമാണ്. ഗുരുവിനോടുള്ള വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും പൂർണ്ണതയാണ് ശരണാഗതി. അനന്തമായ ഈശ്വരശക്തിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ശരണാഗതി. മറ്റുള്ളവരെ ദൂഷിക്കുകയും
അവരുടെ ദുർബലതകളെ പരിഹസിക്കുകയും ചെയ്യാതെ സ്നേഹത്തിലൂടെ അവരെ സ്വീകരിച്ച് സ്നേഹിക്കാൻ ശ്രമിക്കുന്നതാണ് പക്വത എന്ന് പറയുന്നത്. ബന്ധങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാണ്, എന്നാൽ ആർക്കും സ്വന്തമല്ല. എന്നാൽ ബോധത്തോടെ സ്വതന്ത്രം അനുഷ്ഠിക്കുകയും മറ്റുള്ളവരുടെ ധർമ്മത്തെ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് പക്വത. മറ്റുള്ളവരുടെ പ്രതീക്ഷ വയ്ക്കാതെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുന്നതാണ് പക്വത. മറ്റുള്ളവരെ ഉപദേശിച്ച് മാറ്റാൻ ശ്രമിക്കാതെ സ്വന്തം മനോഭാവം മാറ്റാൻ ശ്രമിക്കുന്നതാണ് പക്വത. സന്തോഷം ഭൗതിക സമ്പത്തിനനുസരിച്ച് വളരുന്നതല്ല എന്ന തിരിച്ചറിവാണ് പക്വത. അവസ്ഥയിലേക്ക് ഉയരാനുള്ള ശ്രദ്ധയും സമർപ്പണവും എല്ലാ മക്കൾക്കും ഉണ്ടാകട്ടെ. ഇനി കായിക വാർത്തകൾ നോക്കാം. കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ 10,000 മീറ്റർ ഓട്ടത്തിൽ ചരിത്രം കുറിച്ച് ഇന്ത്യയുടെ ഗുൽവീർ സിംഗ് വെള്ളി മെഡൽ നേട്ടത്തിലൂടെ കോമൺവെൽത്ത് ഗെയിംസിൽ ഈ ഇനത്തിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന റെക്കോർഡ് ഗുൽവീർ സ്വന്തം പേരിൽ കുറിച്ചു. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്ത അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.